أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. إمامنا السيد الشريف جعفر الصادق رضي الله عنه സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹുവിന് കൊടുത്ത വസിയത്താണ് ഇന്നലെ നമ്മൾ കേട്ടത്. ഇനി ഇതേ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു അവരുടെ മകൻ മൂസൽ കാളിമിനോട് പറഞ്ഞ വസിയത്താണ് ഇനി പറയാൻ പോകുന്നത്. ആരാ മൂസൽ കാളിം? അൽ ഇമാമുൽ ഹാഷിമിയു അൽ ഖുദുവത്തു സയ്യിദുന അബുൽ ഹസൻ മൂസൽ കാളിം ഇബ്നു ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു, അഹ്ലു ബൈത്തിലെ ഏറ്റവും പ്രസിദ്ധരായ ആൾ. ബുഖാരി സദാത്യങ്ങളെ ഉപ്പാപ്പമാരും അതുപോലെ തന്നെ സനദും ഇതിൽക്ക് തന്നെയാണ് പോകുന്നത്. അജ്ദാദിനെ തൊട്ടാണ് സനദ് കൊടുക്കുന്നത്. അഹദു അയിമ്മത്തി അഹ്ലുൽ ബൈത്തിൽ തുഹാർ, അതുകൊണ്ടാ അഹ്ലുൽ ബൈത്തിലുള്ള അയിമ്മത്തിൽപ്പെട്ട ഒരാൾ. വാഹദുൽ അസ്ഖിയാ, ഏറ്റവും വലിയ ധർമ്മം ചെയ്യുന്ന ഒരാളാണ്. അൽ ഹുലമാ, ഹിൽമുള്ളവർ. അൽ ഉബ്ബാദ്, പിന്നെന്താ ഒരു മഹത്വം കൊണ്ട് പനി. മൗലിദുഹു ബിൽ മദീനത്തുൽ മുനവ്വറ, അവിടെയാണ് ജനനം. സനത 128 ഹിജ്രി. വഫാത്തുഹു ബഗ്ദാദ് 153. വലഹു ബിഹ മഷ്ഹദുൻ അലിം മഷ്ഹൂർ. അവിടെല്ലാം കാണാൻ പോണല്ലേ ഇമ്രാനജി? ഇപ്പോൾ എളുപ്പമൊന്നും പണ്ടത്തെ പോലെയൊന്നുമല്ല, പക്ഷെ ഒരു കുറച്ചൊരു ആരോഗ്യസ്ഥിതി വേണമെന്നേ ഉള്ളൂ. അല്ല ലോകം ഒട്ടാകെ ഇറങ്ങിയാലിപ്പോൾ എന്താ വരാൻ പോകുന്നു? കുറച്ച് പൈസയും വേണം, പോയാൽ മുതലാവുമല്ല. യമനിലാന്ന് പറയും പാടുണ്ട്. യമനിൻ്റെ ഒരു ഭാഗത്ത് തന്നെ 320 മഹാ ഔലിയാക്കളെ ചരിത്രം ഞാൻ എന്താക്കി തമക്കാത്തുൽ ഖവാസിൽ നോമ്പിൽ വായിച്ചു തീർത്തു. ഇത് സാധാരണ വലിയ 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 ഉന്നതന്മാർ. പിന്നെ അത് പോണ്ട വഴിയും ഇന്ന ഭാഗത്താണ് ഓരോ ഖബറൊന്നും ഒരു പ്രത്യേക നാഹിയത്ത്. തെരീമിൽ അവിടെ ഒരു ഭാഗമുണ്ട്. അത് മൂപ്പർ പറയാൻ കാരണം പലരും ചരിത്രം എഴുതിയിട്ട് ഇവരെ മറന്നു. ഇനി അത് എല്ലാം പറഞ്ഞത് വേണ്ട പോലെ അയച്ചില്ല. അതുകൊണ്ട് ആ യമനികളെ മാത്രം ഹാസാക്കിയിട്ടാണ് 320 എണ്ണം അമ്പരട്ടിട്ട് എഴുതിയത്. തബക്കാത്തുൽ ഖവാസ് കേൾക്കണം വേണ്ടുണ്ട് ഓരോരുത്തരുടെ കറാമാത്തുകളും. കേട്ട് വമിൻ വസായാഹു റളിയല്ലാഹു അൻഹു, ആരോട്? അൽ ഇമാമി ജഅഫർ സാദിഖ്. ആരോട്? ലിബ്നിഹി മൂസൽ കാളിം, മകൻ മൂസൽ കാളിമല്ലേ, അവരോട്. യാ ബുനയ്യ മൻ ഖറഅ ബിമാ ഖസമല്ലാഹു ലഹു അസ്തഗ്ന. അള്ളാഹു സുബ്ഹാനഹു വ തആല ഓഹരി വെച്ച് തന്ന എനിക്ക് ഓരോന്നിനുണ്ടാവും, എല്ലാത്തിനും. നഹ്നു ഖസംന ബൈനഹും മഈശതഹും എന്ന് അള്ളാഹു തആല പറഞ്ഞു. അപ്പോൾ എന്തെല്ലാന്ന് ഓർക്ക് കഴിക്കേണ്ട ഓക്സിജൻ എത്ര ക്വാണ്ടിറ്റി കഴിക്കും? ഓക്സിജൻ. അപ്പോൾ നമുക്കതിൻ്റെ കാർബൺ ഡൈഓക്സൈഡ് കൂടുമല്ലോ. എത്ര ലിറ്റർ വെള്ളം കുടിക്കും? എഴുന്നെല്ലാം കുടിക്കും. അത് മധുരമുള്ളത് ഏത്, ഇല്ലാത്തത് ഏത്, ജ്യൂസായിട്ടുള്ളത് ഏത്, വെറും പച്ചവെള്ളം ഏത്, സംസം വെള്ളം ഏത്, എല്ലാം അള്ളാൻ്റെ ഇൽമിന്. അള്ളാഹ്ക്ക് എന്നും നിസ്സാരാണ്. അതുപോലെ കഴിക്കേണ്ട ഭക്ഷണത്തിൻ്റെ ഇനം, അവർക്ക് കിട്ടേണ്ട പൈസ, എല്ലാം ജീവിതത്തിൽ അനുഭവിക്കാനുള്ള എല്ലാം റിസ്കിൻ്റെ പട്ടികയിൽപ്പെട്ടു. അത് മുഴുവനും ഞാനാണ് ഓഹരി വെച്ചതെന്ന്. എത്ര യൂണിറ്റ്? അത് കൂട്ടാനോ കുറക്കാനോ ഒരാൾക്കും സാധ്യമല്ല. കുറക്കണം എന്ന് പറഞ്ഞ ലോകം മുഴുവനും ദ്വാരൊന്നും കുറയൂല. അത് കുറച്ച് കൂട്ടണം എന്ന് പറഞ്ഞിട്ട് എല്ലാതാക്കിയാലും കൂടുകയും ചെയ്യില്ല. ഒന്നും ചോദിക്കും, കൂടുന്നില്ല. ശമ്പള വർദ്ധനവിന് ആപ്ലിക്കേഷൻ കൊടുത്താൽ അത് കൂടുന്നതല്ലല്ലോ, അത് നമുക്ക് നേരത്തെ കണക്കാക്കപ്പെട്ടതന്നെയല്ലേ ഇത്. ചിലപ്പം നിങ്ങൾ ഇത്രയും പൈസ തരുമോ പോയിക്കോന്ന് പറയുന്ന ആളുണ്ടല്ലോ, പൈസ കൂടുതലടക്കിട്ട്.
അതിനെക്കാട് കുറഞ്ഞ പൈസക്ക് നിൽക്കേണ്ട ആളുണ്ട്. നാളെ ഒയ്മ പറയുമെന്ന് പറയും. ചുരുക്കത്തിൽ മൻ ഖനഅ ബിമാ ഖസമല്ലാഹു തആല ലഹു, അവൻ അല്ലാഹു തആല ഓഹരി വെച്ച് സംശയിച്ച് കൊടുത്ത കാര്യങ്ങളെ കൊണ്ട് ഒരാൾ സംതൃപ്തനായാൽ ഇസ്തഗ്ന, വലിയ ഗനിയാണ് അവൻ. ഇല്ല പോരാ പോരാ, ഇതൊന്നും പോരാ പോരാന്നാണെങ്കിൽ ആ പോരാത്തന്നെ ബാക്കിക്ക് ഫക്കീറയില്ലേ. 2 വമൻ മദ്ദ ഐനൈഹി ഇലാ മാ ഫീ യദി ഗൈരിഹി, മറ്റൊരാളെ കയ്യിലുള്ളതിലേക്കാണ് ഇവൻ്റെ കണ്ണിൻ്റെ നോട്ടം. അവൻ്റെ പോക്കറ്റിലുള്ളത് എനിക്ക് കിട്ടണമെന്നാണ്. എന്നാൽ മാത്ത ഫക്കീർ, ഫക്കീറായിട്ട് മരിക്കും. ഒരിക്കലും ഫക്കീർത്താൻ തീരുമില്ലല്ലോ. വമല്ലം യർള ബിമാ ഖസമല്ലാഹു തആല, അല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഓഹരി വെച്ച് കൊടുത്ത ഒന്നുകൊണ്ട് പൊരുത്തപ്പെട്ടിട്ടില്ലേ, ഇത്തഹമല്ലാഹ ഫീ ഖളാഇഹി, അള്ളാഹിൻ്റെ ഖളായിൽ അള്ളാഹിനെ തെറ്റിദ്ധരിക്കുകയാണ്. ഇതിനർത്ഥം എന്താ, എനിക്ക് വേണ്ടതുപോലെ കിട്ടിയിട്ടില്ല, ബാക്കിയവിടെ പൂഴ്ത്തി വെച്ചിട്ടുണ്ടെന്നാണ്. അല്ല അപ്പം ബഖീലായിട്ട് തേച്ചും കൊടുക്കണ്ട. അപ്പം ബാക്കിയുള്ള അളവ് എനിക്ക് അങ്ങനെ കിട്ടിയത് എന്നിങ്ങനല്ലേ, എനിക്ക് ഇത്ര കിട്ടേണ്ടത് ഇത്ര തന്നിട്ടുള്ള ബാക്കി അവൻ്റെ അടുത്ത് കുടിശ്ശിക്കുണ്ടെന്നല്ലേ അർത്ഥം വന്നത്. അതിനുള്ള പല ഏറ്റുകാതും വരുന്നുണ്ട്. ഇനി വമാനിസ്തസ്ഗറ സല്ലത നഫ്സിഹി, സ്വന്തം നഫ്സിൻ്റെ പിഴവുകളെ സാരയില്ല നിസാരയില്ല അത് നിസാരല്ലേ നോക്കുകയാണെങ്കിൽ വൻ്റെ പരിപാടി എന്ന് പറയും ഇസ്താദമ സല്ലത്ത കയ്യിൽ വേറൊരാളെ പിഴവിനെ ബലമായിട്ട് കാണുകയും ചെയ്യും. കാരണം താരതമ്യം ചെയ്യല്ലേ. വമനിസ്തസ്ഗറ സല്ലത്ത കൈരിഹി, എന്നെ വേറൊരാളെ പിഴവിനെന്താക്കിയെന്നറിയോ, ചെറുതായി കണ്ടാൽ ഇസ്തഅലമ സല്ലത്ത നഫ്സിഹി, ഇവൻ്റെ നഫ്സ് കൊണ്ട് ചെയ്ത സല്ലത്തിന് ചെറുതായി വലുതായി കാണും. അപ്പോൾ അവനാക്കാണ് വലിയ ദോഷം ചെയ്ത ആൾ ഞാനാണ് എന്നുള്ള രീതിയിൽ. യാ ബുനയ്യ മൻ കശഫ ഹിജാബ ഗൈരിഹി, വേറൊരാളെ മറ ഒരാൾ പൊളിച്ച് തുറന്ന് ചുരുക്കത്തിൽ അവൻ്റെ രഹസ്യം. എന്നാൽ ഇൻകശഫത്ത് ഔറാത്ത് ബൈത്തിഹി, ഇവൻ്റെ പൊരയിലുള്ള ഔറാത്ത് വരെ പുറത്തു വിടും. അല്ല വെറുതെ വിടൂല എന്നാണ്. അവൻ്റെ വാട്സപ്പിലെല്ലാം കൊടുത്തിട്ട് ഇങ്ങനെയെല്ലാം അളിയും അയബാക്കുന്നതെല്ലാം തിരിച്ചു തന്നെ കിട്ടും. വമൻ സല്ല സൈഫൽ ബഗി, അക്രമത്തിൻ്റെ വാളൊരാൾ ഉരിയാൽ കുത്തുലബിഹി, ആ വാള് കൊണ്ട് തന്നെ അവൻ കൊല്ലപ്പെടും. ബഗയിൽ തന്നെ വേറൊരാൾ അധികാരത്തിൽ കൈകടത്തില്ലേ. വമനി ഇഹ്തഫറ ലി അഖീഹി ബിഇറൻ ബകാ ഫീഹാ, ഒരാളെ ചതിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ കിണർ വെച്ച്, എന്നിട്ട് വെള്ളം കുടിക്കേണ്ട കിണറല്ലേ ഈ പറയുന്നത്, മറ്റേ ഇതിലില്ലേ നമ്മളെ വമൻ നസബലന ശബകത്തൽ ഖിദായി ഇസ്ബുൻ നസലില്ലേന്ന്, വമൻ ഹഫറന ഹഫറത്തൻ ഇജൽഹു യാ സയ്യിദി മുസാക്കൻ ഇലൈഹ വമുസാദൻ ഫിഹാ വഅസീറൻ ലദൈഹ, എന്നെ കൊടുക്കാൻ വേണ്ടി ഒരാൾ കൊയ്യിച്ച്, അതൊരു മജാസിയാ പറയാ, കൊയ്യെന്നെ വേണമെന്നില്ല, അതിനുള്ള എന്തെങ്കിലും ഒന്നും ഇരിക്കും. എന്നാൽ അവൻ അതിലേക്ക് എത്തിക്കുകയും അവൻ അതിൽ തന്നെ കുടുങ്ങുകയും അതിൽ തന്നെ കഴിഞ്ഞു കൊടുന്നാക്കിക്കൊന്നാണ് ഇസ്ബുൻ നസലിലുള്ളത്. ഒമൻ നസബലന ശബകത്തൽ ഖിദായ് ഇജൽഹു യാ സയ്യിദി, എൻ്റെ ബാക്കിയതാ ചതിക്കാനുള്ള വല കണിഞ്ഞു വന്ന വലയിൽ തന്നെ ഓനെ തന്നെ കുടിക്കുന്നു. അപ്പോൾ അവൻ്റെ സഹോദരനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ കുഴിവെച്ചെന്നർത്ഥം. അപ്പോൾ കുഴി കുടിക്കൽ എന്ന് പറഞ്ഞതെന്നല്ല, കുയ്യന്നെ പോണമെന്നല്ല ഉദ്ദേശിക്കുന്നു. അതിനുള്ള ഒരു വേദി ഉണ്ടാക്കി, എന്നാൽ അവൻ തന്നെ അതിൽ പോയി ചാടും. വമൻ ദാഖല സുഫഹാ, പോയത്തക്കാരോടൊരാൾ കൂട്ടുകൂടി എപ്പോഴും സഹകരണം അവനോടാണെന്ന ഹുക്തിറ, ഇവന് നിസാരത ബാധിക്കും. കാരണം ആര കൂട്ടത്തിൽ കൂടിയോ അതനുസരിച്ചല്ലേ ഇവന് മഹത്വം കിട്ടുന്നു. വമൻ ഖാലത്തൽ ഉലമാ, ഉലമായിനോടൊരാൾ കൂടി പെരുങ്ങിയാലോ മുഖ്യർ, അയാൾക്ക് ആദരവും കിട്ടും. മോനാലിമാണെന്നില്ല. പണ്ട് കണ്ണിത്തുസ്താദിൻ്റെ കൂടെ വന്ന ഡ്രൈവർക്ക് കണ്ണിത്തുസ്താദിനൊക്കെ തന്നെ ഭക്ഷണം. ഒന്ന് വണ്ടിൻ്റെ ഡ്രൈവർ മാത്രമാണ്, കണ്ണിത്തുസ്താദിൻ്റെ അരിയത്തിരിക്കാൻ പോലും പറ്റൂല. ആ പ്രത്യേക ഡ്രൈവർ സ്ഥാനം ഇല്ലായിരുന്നുവെങ്കിൽ എന്നില്ല ഈ തക്കാരത്തിലൊക്കെ ഒക്കെ ഇരിക്കാനും വിളിക്കും ആരെങ്കിലും. വമൻ ദഖല മദാഖിലസ്സു, അത് മുമ്പും പറഞ്ഞു തന്നെ, തെറ്റിൻ്റെ മദ്ഖലുകളിൽ, അതായത് കള്ളഷാപ്പിൻ്റെ പരിസരത്തിൽ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടില്ല, ഈ സിനിമയിൽ നിന്ന് അങ്ങനെ ആളെല്ലാം കഴിഞ്ഞ ഒരു മക്ക വ്യക്തി
ഇതെല്ലാം ഉണ്ടാവുമല്ല. എന്നാൽ ഓനെന്താക്കും, ആ സൂഹ് കൊണ്ട് തെറ്റിദ്ധരിക്കപ്പെടും. ഇവനെ കൂട്ടത്തിൽപ്പെട്ട ആളാന്ന് ഉടനെ വിധി എഴുതും. ഇപ്പം വിധി എഴുതുന്ന കാലമാണ്. ചിലപ്പോൾ സലാം മുട്ടിയിട്ട് മൂത്രിക്കാനായിരിക്കും പോയിട്ടുണ്ടല്ലോ, എന്നാ മുട്ടിച്ച് എല്ലാം തുറച്ച് നോക്കുന്നുണ്ട്. ഓ ഇവനെപ്പോടെ അടുത്ത ദിവസം മുജാഹിദായിട്ടുണ്ടല്ലോ, ദ്വാരക്കാൻ പറ്റാണ്ട് പായുന്നുണ്ടല്ല. ഓ അങ്ങനെ. അപ്പം ഞാൻ എൻ്റെ മുകളിൽ തുടങ്ങി പലതും ഇവനിക്ക് നന്നാ മുദ്രിക്കാൻ വേണ്ടിയിട്ട് പാഞ്ഞായിരിക്കും. യാ ബുനയ്യ ഇന്ന ഇയ്യാക അൻ തസ്ദരിയ റിജാല. വലിയ വലിയ റിജാലിനെ നിസ്സാരമായി കാണാൻ പാടില്ല. റിജാലുല്ലാ തുൽഹീഹിം, അതായത് എന്തെങ്കിലും ഒരു മഹത്വമുള്ളവരെ ഖുർആനിന്റെ പരിചയപ്പെടുത്ത റിജാൽ. ഹുമുർ റിജാലു ബല ഹുമുൽ ജിബാലു ബല എന്ന് പറഞ്ഞില്ലേ, അത് അവരെ നിസ്സാരപ്പെടുത്തിയാൽ അവർ നിന്നെയും എന്താക്കും, നിസ്സാരപ്പെടുത്തും. വയ്യാക വദ്ദുഖൂല ഫീമാ ലാ യഅനീക്, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് പ്രവേശിക്കൽ നീ സൂക്ഷിച്ചോളണം. ഫതദില്ല, അപ്പം നീ ദലീലായി മാറും, നിസ്സാരനായി മാറും. യാ ബുനയ്യ കുൻ ബിൽ മഅറൂഫി ആമിറ, മഅറൂഫായ കാര്യങ്ങളെ കൊണ്ട് നീ കൽപ്പിക്കുന്നവരാകണം. വഅനിൽ മുൻകരി നാഹിയ, മുൻകറായ കാര്യങ്ങളെ തൊട്ട് വിരോധിക്കുന്നവനും ആകണം. വലിമൻ ഖതാക വാസില, നിന്നെ അകറ്റി നിർത്തിയവനോട് നീ ചേർക്കുന്നവനാകണം. വലിമൻ സകത അൻക മുബ്തദിഅ, സലാം പറയാതെ എന്താക്കി ഒരാൾ മുണ്ടാൻ നിൽക്കുന്നെങ്കിൽ നീ തുടങ്ങുന്നവനാകണം. വലിമൻ സഅലക മുഅ്തിയ, നിന്നോട് ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കുന്നവനാകണം. വയ്യാക വന്നമീമ, നമീമത്തിന് വളരെ ശ്രദ്ധിച്ചു കൊള്ളണം. കാരണം ഫഇന്നഹാ തസ്റഉ ശഹ്നാഅ ഫീ ഖുലൂബി റിജാൽ, റിജാലിൻ്റെ കൽബുകളിൽ വെറുപ്പും വിദ്വേഷവും വിതക്കുന്ന സാധനമാണ് ഇത് നമീമത്ത്. വയ്യാക വത്തഅറുദ ലിഉയൂബിന്നാസ്, ജനങ്ങളെ അയ്ബിലേക്ക് എത്തി നോക്കലും അത് വെളിപ്പെടുത്തലും നീ സൂക്ഷിച്ചു കൊള്ളണം. യാ ബുനയ്യ ഇദാ സുർത ഫസുറിൽ അഖ്യാർ, നീ സിയാറത്ത് ചെയ്യുകയാണെങ്കിൽ അഖ്യാർ, ഖൈറിൻ്റെ ജമ്മ് അഖ്യാർ, അഖ്യാറിനെ സിയാറത്ത് ചെയ്യണം. വലാ തസുൽ ഫുജ്ജാറിനെ സിയാറത്ത് ചെയ്യാൻ പാടില്ല. അപ്പോൾ സിയാറത്ത് ചെയ്യാൻ മറ്റവർ മരിക്കണ്ടേ? ഹയ്യുള്ളാളെയും സിയാറത്ത് ചെയ്യാം, മൃഗങ്ങളെയും സിയാറത്ത് ചെയ്യാം, മനുഷ്യനെയും സിയാറത്ത് ചെയ്യാം. അത്ഭുത ജീവികളൊക്കെ കാണുമ്പോൾ അത് സിയാറത്താന്നല്ല. അതെ, ലാള് മനുഷ്യർക്ക് സിയാറത്തിന് മറ്റയാൾ മരിക്കണം, അതാണ് തീർന്നത്. ഷറഹുൽ അനിയല്ല കിതാബ് വന്നു അല്ലേ, അതുണ്ടെന്ന് പരുതണം. വഖാല റജുലുൻ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ് ഔസിനീൻ, എനിക്കൊരു വസിയത്ത് പറഞ്ഞു തരണം. ഫഖാല ലഹു, അപ്പം ആര്, ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ ആരോട്, ആ റജുലിനോട് പറഞ്ഞ് ഇഹ്ദർ അൻ തകൂന മിമ്മൻ യുഖാലിതു സ്സാലിഹീന വലാ യന്തഫി ബിഹിം, സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ കൂടുക, പക്ഷെ അതുപോലെ കൊണ്ട് ഒരു ഉപകാരം കിട്ടിയിട്ടില്ല. നീ തന്നെ എന്താ കൂടെ വേണ്ടത്? സാലിഹീങ്ങളെ കൂടെ കൂടിയാൽ ചന്ദനം ചേര ചന്ദനം മണക്കണ്ടേ, എന്ത് സമസ്യ ചെയ്യുന്നില്ല. അപ്പം അവരെ കൊണ്ട് ഒരു ഉപകാരവും കിട്ടാത്ത തരത്തിലാണ് നീയെങ്കിൽ സാലിഹീങ്ങളെ കൂടെ വേണ്ട. പിന്നെ ഇവൻ്റെ കൂട്ടൽ കൊണ്ടെന്താക്കി സാലിഹീങ്ങൾക്ക് വിഷമൊന്നേ വരുള്ളൂ. ആ യലൂമുൽ മുദ്നിബീന, അതുപോലെ തന്നെ ദോഷം ചെയ്ത ആളെ നീ കുറ്റപ്പെടുത്തുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നു. വലാ യജ്തനിബു ദുനൂബ്, ദുനൂബിനെ ഒഴിവാക്കുന്നുമില്ല. ദുനൂബിനെ നീ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കുറ്റം ചെയ്യുന്ന ആളെ നീ വിമർശിക്കുന്നുണ്ട്. അതിനാ പിന്നെ പരസ്യമായി ശൈത്താനെ ലഅനത്ത് ചെയ്യും. രഹസ്യമായിട്ട് അവനെ വഴിപ്പെടുന്ന ആൾ വന്നു. അപ്പം ഞാൻ ആ ലഅനത്തുകൊണ്ട് എന്താ കാര്യം? വഖാല റജുലുൻ ഫളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു ഔസിനീൻ, നല്ല കുറേ ചുരുക്കി പറയുന്നു. ഫഖാല ലഹു ഹൽ മാത വാലിദുക, നിന്റെ ഉപ്പ മരിച്ചോ എന്ന് ചോദിച്ചു ആ വ്യക്തിയോട്. ഖാല നഅം, മരിച്ചെന്ന് പറഞ്ഞു. എന്നാൽ ഉപ്പ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറാളെ വസിയത്ത് വേണ്ട, ഉപ്പാടെ വസിയത്ത് തന്നെ പാലിച്ചാൽ മതി.
അതാ കുൻ അന്നി, നീ ഒന്ന് പൊയ്ക്കോ. ഫഇന്ന മൻ യഹ്താജു ഇലാ മൻ യഅലുഹു ബഅദ മൗതി വാലിദിഹി, വാലിദ് മരിച്ചതിന് ശേഷം അവനെ ഉപദേശിക്കുന്ന ആൾ ലാ തൻഫഉ മൗഇലത്തുൻ, ഒരു മൗഇലത്തും എനിക്ക് ഫലിക്കൂല. ബന്ധാക്കൾ ചോദിക്കണ്ടല്ലോ, ഉപ്പാനോട് ചോദിച്ചിട്ട് എന്താ ഫലിച്ചില്ല എന്നല്ലേ അർത്ഥം വന്നത്. വഖാല റജുലുൻ ലി അബ്ദുല്ലാഹി ബിനുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ് ഔസിനി, ഫഖാല ലഹു ഉത്റുക് ഫുളൂലൻ നദരി, ആവശ്യമില്ലാത്ത നോട്ടങ്ങളെല്ലാം ഒഴിവാക്കണം. എന്നാ തുവഫഖ ലിൽ ഖുശൂ, എന്നാ ഭയഭക്തിക്ക് ഖുശൂഇന് നിനക്ക് തൗഫീഖ് നൽകപ്പെടും. വതുറുക് ഫുളൂലൽ കലാമി, ആവശ്യമില്ലാത്ത കലാം ഒഴിവാക്കണം. തുവഫഖ് ലിൽ ഹിക്മ, തുവഫഖ് ഉത്റുക്കിൻ്റെ അമ്രിൻ്റെ ജവാബ്, അത് ഹിക്മത്തിന് നിനക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകും. വതുറുക് ഫുളൂലൽ തആമി, ആവശ്യമില്ലാത്ത അധികപ്പറ്റായ ഭക്ഷണങ്ങളുണ്ടല്ലോ, അതൊഴിവാക്കിയ തുവഫഖ് ലിൽ ഇബാദത്തിന് കൊണ്ട് തൗഫീഖ് നൽകും. വതുറുക് തജസ്സുസ അലാ ഉയൂബിൻ നാസ്, ജനങ്ങളുടെ ഐബിൻ്റെ മേലെ ചിക്കി നോക്കലുണ്ടല്ലോ, എന്താണ് ഏതാണ് നിനക്ക് സിയടിക്കല്ലേ പറയാ രഹസ്യം. എന്നാൽ തുവഫഖിൽ ഇത്ലായി അലാ ഉയൂബി നഫ്സി, എന്നാൽ നിന്റെ നഫ്സിൻ്റെ ഐബ് എന്തൊക്കെയാണെന്ന് വെളിപ്പെടാൻ തൗഫീഖ് ചെയ്യും. അതല്ല ഹിക്കമിൽ പറഞ്ഞത്, ഗൈബ് അറിയാനല്ല ചിന്തിക്കേണ്ടത്, ഐബ് അറിയാനാണ് ചിന്തിക്കേണ്ടത്. ഗൈബ് അറിയൽ വലിയ കറാമത്തല്ല, ഐബ് അറിയില്ല. അവിടെ ഒരു പുള്ളിൻ്റെ വ്യത്യാസം മൂപ്പർ കൊടുത്തത് ഹിക്കമിൽ പറഞ്ഞിട്ടുണ്ട്. വതുറുക്കിൽ ഖൗള ഫീ ദാത്തില്ലാഹ്, അല്ലാഹുവിൻ്റെ ദാത്തിനെ പറ്റിയിട്ട് ചിന്തിക്കലുണ്ടല്ലോ, അതൊഴിവാക്കണം. അതാർക്കും പിടുത്തം കിട്ടൂല. മഖ്ലൂഖാത്തിന്, അതായത് ദാത്ത് എന്ന് മാത്രമല്ല ഓരോ സിഫാത്തിൻ്റെയും കുന്ന്, അതിൻ്റെ തനിമ, അതിൻ്റെ അളവും. ഇപ്പോൾ ഇൽമെടുത്താൽ ഇൽമിൻ്റെ അളവ് എത്രയാണ് അതിൻ്റെ കുന്ന്, അതിൻ്റെ താലൂക്കാത്ത് ഏകദേശം മൊത്തത്തിൽ പറയാമെന്നല്ലാണ്ട് ഇപ്പോൾ ഇൽമെടുത്താൽ യഅലമു മാ യലിജു ഫിൽ അർളി വമാ യഖ്റുജു മിൻഹാ, ഭൂമി എത്ര വിശാലമാണെന്ന് നോക്ക്. ആ ഭൂമിയിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം ഏതെങ്കിലും ഒന്നിൽ കൂടി പുറത്തു വരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും മാളത്തിൽ കൂടി ഉള്ളിലേക്ക് പോകുന്നു, അള്ളാഹു അറിയും. വമാ യൻസിലു മിനസ് സമാഇ വമാ യഅറുജു ഫീഹാ, ആകാശം എത്ര വിശാലമാണ്, ആകാശം ഭൂമിയൊട്ടാ വലഞ്ഞിട്ടില്ലേ, അതിൽ നിന്ന് വല്ല സാധനം ഇറങ്ങുകയാണെങ്കിലും വല്ല സാധനം മുകളിലേക്ക് പോവുകയാണെങ്കിൽ അള്ളാഹ് അറിയാണ്ട് പോകില്ല. അപ്പം എത്രമാത്രം വിശാലമായ ഇൽമത്. അപ്പം ആ ഇൽമിൻ്റെ തനിമ, അപ്പം പിന്നെ ദാത്തിൻ്റെ ഒട്ടും കിട്ടൂലല്ലോ. അസ്റാറുൽ ദാത്ത് അൻവാറു സിഫാത്ത് എന്നല്ലേ പറയും. നമ്മൾ സ്ഥലത്തെല്ലാം കാണാനല്ല, മസീശയിലെല്ലാം കാണാനല്ല. അസ്റാറ് ചേർത്ത ദാത്തിലേക്കാണ്. സിഫാത്തിൻ്റെതോ അൻവാർ, അപ്പം അതിന് കുറച്ച് ലുഹൂറുണ്ടാവും, പക്ഷെ തേച്ചുണ്ടാവില്ല. ഇപ്പോൾ കുതിരത്തെടുത്ത് നോക്കാം, നമ്മുടെ ലോകത്ത് എന്തെല്ലാം ഇവിടെ പടച്ചു വെച്ചിട്ടുണ്ട്. എല്ലാം ഈ ലോകം ആകാശം പൊട്ടിപ്പുകാണ്ട് ഇങ്ങനെ കത്തു സൂക്ഷിക്കും. എത്ര കൊല്ലം ഇത്, എത്ര കൊല്ലമായി സൂര്യൻ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുക, എത്ര 1000 കൊല്ലം കഴിഞ്ഞ്. ഇതിൻ്റെ ഇന്ധനം എന്താണ്? ഇതുവരെ അതിന് വെണ്ണീരാവുകയോ കരിയോ ചെയ്തിട്ടില്ല. സിറാജം ഹാജാദ് അല്ല, അത് മാത്രം ആ ഗോളെന്താ തനക്കല്ല, എന്തൊരു പണം കൊടുക്കുന്ന സാധനം, ഭയങ്കര വലിപ്പല്ലേ. അവിടെ നമ്മൾ മദീനത്തുനിന്ന് ഇന്ന് മ്യൂസിയം കാണാൻ പോയിട്ട് ഭൂമിനാക്കാണ് സൂര്യൻ്റെ വലിപ്പാദ്യം ഒരു സ്ഥലത്ത് പറഞ്ഞു, മറ്റൊരു സ്ഥലത്ത് ചിത്രീകരിച്ചത് ഒരു നക്ഷത്രം. ആ നക്ഷത്രം ഇത്ര പറഞ്ഞ് അതിൻ്റെ മുമ്പിൽ ഒരു ചെറുനാരങ്ങ വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ കാണിക്കുകയാണ്. ഈ ചെറുനാരങ്ങ എന്തിൻ്റെ പ്രതീകമാണ്? സൂര്യൻ്റെ പ്രതീകമാണ്. ആ നക്ഷത്രത്തിലേക്ക് ചേർത്തിട്ട് നിങ്ങൾ അപ്പുറം കണ്ട ഭൂമിയേക്കാൾ ഇത്ര കോടി വലിപ്പമുള്ള സൂര്യൻ്റെ പ്രതീകമായിട്ടാണ് ഈ ചെറുനാരങ്ങ കെട്ടി വെച്ചത്. അപ്പോൾ ആ നക്ഷത്രത്തിൻ്റെ വലിപ്പത്തിലുണ്ടാവും. അപ്പോൾ കുദറത്തിൻ്റെ ഒന്നും ഇതല്ലേ, ലഹു അസ്മാഉൻ ലൈസ യുദ്റകു കുൻഹുഹാ വലൗ ലി നബിയ്യിൻ ഔ വലിയ്യിൻ ബിഹിമ്മതി. അപ്പോൾ ദാത്തും തിരിച്ചാൽ കിട്ടൂല. തഫക്കറും ഫീ ദാത്തില്ല എന്ന് തന്നെ മനുഷ്യനെന്താക്കി പിന്നെന്താക്കുന്ന എല്ലാം ഉണ്ട്, ഒരു പിടുത്തം കിട്ടൂല. അതുകൊണ്ടാണ് തൂക്കാന്നല്ലേ, അതെ, അള്ളാഹുവിൻ്റെ ദാത്തിലുള്ള ചിന്ത ഒഴിവാക്കണം. അത് തഫക്കർ ചെയ്ത് ഹയ്യേലി തഫക്കറിൻ്റെ മാബ് തന്നെ വരുന്നുണ്ട്. എന്തിനെല്ലാം ചിന്തിക്കാം, ചിന്തിക്കേണ്ട മേഖലകൾ.
ഒന്ന്, അള്ളാഹു നമുക്ക് ചെയ്തു തന്ന നിഅമത്ത് ഓരോ ദിവസം ഓരോന്ന് ചിന്തിച്ച് ഒരു ദിവസം ചിന്തിച്ചാൽ തീരൂല. കണ്ണ്, ഈ കണ്ണിന് ചെറിയൊരു പോരായ്മ വന്നാൽ ഇത്രമാത്രം സ്വതന്ത്രമായി നോക്കിക്കുന്ന ആ കാഴ്ച നഷ്ടപ്പെടുമ്പോൾ അന്ന് എൻ്റെ രീതി ഇതെങ്ങനെ ഇല്ലെങ്കിൽ. കേൾവി പറഞ്ഞാൽ അങ്ങനെ തന്നെ, നാവിൻ്റെ രുചി പറഞ്ഞാൽ അങ്ങനെ തന്നെ. വിഭവങ്ങൾ ധാരാളം ഉണ്ടാക്കിയിട്ടുണ്ടാവും, ഒന്നും പറ്റിയേക്ക് പോകില്ല. അങ്ങനെ ഓരോന്ന് കയ്യും കാലും മടക്കല്. ആ മടക്കാണെങ്കിൽ നിർത്താനും കഴിയാത്ത രൂപത്തിലാണെങ്കിൽ എന്തായിരിക്കും മടന്നിലായില്ലേ. കേൾവി കേൾക്കാൻ ഞാൻ എന്താക്കും, ആളും മറ്റുള്ളവരുടെ കുടുംബം ഓടിക്കുന്നല്ലാണ്ട് വേറൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിയമത്തിൽ ചിന്തിക്കല്. ഇതിന് പകരം നമ്മളെന്താണ് അള്ളാഹു തആലക്ക് കൊടുത്തത് എന്ന് നമ്മൾ തഫ്സീർ ചിന്തിക്കല്. പിന്നെ ഇവിടുന്ന് കണ്ണങ്ങ് ചിമ്മിക്കഴിഞ്ഞാൽ ഓക്സിജൻ തീർന്ന് നീ പൊയ്ക്കോന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് പോവുക എന്നുള്ള ചിന്തിക്കല്. ഇനി ഇവിടത്തേക്ക് എത്തിച്ചേരുക. അപ്പോൾ ചിന്തൻ്റെ തഫക്കുറിൻ്റെ ബാബുകൾ കുറേ ഉണ്ട്. എന്നിട്ട് അള്ളാൻ്റെ ദാത്ത് എങ്ങനെയാന്ന്, ഏത് ടേപ്പ് വെച്ചുകൊണ്ട് അളക്കാം, അളന്നാൽ എത്ര കിലോ കിട്ടുമെന്ന് എന്ന് ചിന്തിക്കൽ തനിച്ച പിരാന്താണ്. അപ്പം മാരിഫത്ത് എന്ന് പറഞ്ഞിട്ട് നിരീക്കത്തിൽ പഠിപ്പിക്കുന്ന ഇതാണ്. എപ്പോൾ ഒരാളുടെ ഫോണിന് വിളിക്കുന്നത്, ഞാൻ ദേഷ്യം പിടിച്ച് ഫോൺ അന്ന് നിങ്ങളുണ്ട്, മുറാജിയുണ്ട്. അയാളാ അതെ, അള്ളാൻ്റെ മാർദ്ദം എന്താണ്? അതായത് നമ്മൾ റൊട്ടി ഉണ്ടാക്കുന്ന മൈദപ്പൊടി കൊണ്ട് അള്ളാൻ ഉണ്ടാക്കിയതിനെ കൊണ്ടാണ്. ഇതാന്നപോലെ മാരിഫത്ത്. പിന്നെ അലി റളിയല്ലാഹു അൻഹുവിന് വേറെ കിതാബ് ഇറക്കി കൊടുത്തിട്ടുണ്ടോ? അല്ലെ മൂപ്പർ അത് സൂഫിയാക്കൾക്കേ കൊടുത്തിട്ടുള്ളൂ, അപ്പോൾ ബാക്കി ഒളിപ്പിച്ച് വെച്ചു. ഇത് പണ്ടേ ആക്ഷേപമായിട്ട് ബലിയറിയാൽ ഞങ്ങളെ ബഹുമാനിച്ചിട്ട് ഇവർക്ക് ബഹി വന്നിട്ട് ഖുർആന് സമാന്തരമായിട്ട് വേറൊരു കിതാബുണ്ട്. മൂപ്പർ അന്നേ അത് എതിർക്കും, എനിക്കങ്ങോട്ടൊന്നില്ല. പക്ഷെ അള്ളാഹുവിൻ്റെ കിതാബിൽ എനിക്കൊരു ഫഹ്മ് നല്ലിട്ടുണ്ട്. അതിപ്പോൾ അടുത്ത ആഴ്ച മിഹയ്യയിൽ ഓതിഞ്ഞ് എൻ്റെ പേര് നിങ്ങൾ ആക്ഷേപിക്കുകയാണ്. എന്നാലും ഇല്ല, നിങ്ങൾ പറഞ്ഞാൽ മതി, വെച്ച് വിട്ട് തന്നെ. ദാലിക്കൽ കിതാബ്, ദാലിക്കെന്ന് പറയാൻ അലിയാർക്ക് കൊടുത്ത കിതാബ് എന്നാണ് പറഞ്ഞു, ഖുർആനല്ല എന്നാണ്. ഇതൊക്കെയാന്ന് പോലെ മാരിഫത്തിൻ്റെ ഇൽമാണ്. ഇത് തനിച്ച സഫാഹത്തും ജഹലുമുറക്കമും പറയല്. ചുരുക്കട്ടെ ദാത്തിലേക്കിട്ട് ചിന്തിക്കാൻ പാടില്ല. എന്നാൽ തൂക്ക നിന്നെ കാക്കപ്പെടുന്നു. വക്കായക്കി എന്നൊക്കെ തന്നെ പോലെ രണ്ടു മഫ്ഊലാണ്. വഖിന അദാബന്നാർ. അതെ, അജൂക്ക നായിബ് ഫായിൽ ഒന്നാം മഫ്ഊല്, ശുഹ നഫ്സി രണ്ടാം മഫ്ഊല്, റബ്ബനാ ആതിന വഖിന നാ എന്നുള്ളത് ഒന്നാം മഫ്ഊല്, അദാബന്നാർ രണ്ടാം മഫ്ഊല്. അപ്പോൾ തൂക്ക എന്ന് പറഞ്ഞാൽ നീ കാക്കപ്പെടും. അപ്പോൾ രണ്ടാം മഫ്ഊൽ ഏത്? അശ്ശക്ക വന്നിഫാഖ്, ശക്കും നിഫാഖും നിനക്ക് കാക്കപ്പെടും. അപ്പം അതിന് മഫ്ഹൂം എന്താ വരിക? നാട്ടിൽ ചിന്തിച്ചാൽ എത്തും പൊടിയും കിട്ടൂല. വഖാല റജുലുൻ ലി മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ് ഔസിനീൻ ഫഖാല ലാ തഹ്സുദ് അഹദൻ, ആരോട് അസൂയാക്കണ്ട. ആരോട് അസൂയാക്കണ്ട? കാരണം അസൂയ വെച്ചാൽ ആ ബക്കപ്പെട്ട വ്യക്തി ഉണ്ടല്ലോ, ഫൈന്നഹു ഇൻ കാന മിൻ അഹ്ലിൻ നാരി, നരകത്തിൻ്റെ അവകാശിയാണെന്ന് സങ്കല്പിക്കാം. എന്നാൽ ഫകൈഫ തഹ്സുദുഹു, എന്തിനാണ് അവനോട് അസൂയ വെക്കുന്നത്? അവനക്ക് കിട്ടിയതാണ് ദുന്യാവിൽ നശിച്ചു പോകുന്ന നശ്വരമായ സ്വത്ത കിട്ടിയത്. അലാ ദുന്യാ ഫാനിയത്തിൻ, നൈമിഷികമായി നശിച്ചു പോകുന്ന ഫാനിയായ ദുന്യാവിൻ്റെ വിഷയത്തിലല്ലേ നീ അസൂയ വെച്ചത്? സയസീറു ബഅദഹ ജന്ന, നരകത്തിലേക്കാ പിന്നെ പോവുക. അവനോട് അസൂയ വെച്ചിട്ടെന്താ, നിൽക്കെന്താ കാര്യം അല്ലേ? വഇൻ കാന മിൻ അഹ്ലിൽ ജന്ന, സ്വർഗത്തിൻ്റെ അവകാശമാണെന്ന് വെക്കാം. എന്നാൽ ഫത്തബിഉഹു, നീ അവനെ അസൂയ വെക്കല്ല വേണ്ടത്, അവനെ പിൻപറ്റി ജീവിക്കും. എന്തിന്? ഫി അമാലിഹ, അവൻ്റെ അമാലിൽ. വഖബിതുഹു, അവന് കിട്ടിയതുപോലെ കിട്ടണമെന്ന് ആശിച്ചു. അലൈഹ, ഈ അമാലിൽ, അവൻ ചെയ്യുമ്പോൾ തന്നെ അമലി എനിക്കും ചെയ്യണമായിരുന്നു. കാരണം ഫഇന്ന ദാലിക ഔലാ മിൻ ഹസദിക ലഹു അല ദുനിയ, ദുന്യാവിൻ്റെ വിഷയത്തിൽ അവനോട് ഹസദ് വെക്കുന്നതിനേക്കാൾ എത്രയോ ഹൈറാണ് ഈ പറഞ്ഞത്. വഖാല റജുലുൽ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇളിനി, എനിക്കൊരു വാള്. ഫഖാല വഅജബ മിൻ അൽസിനത്തിൻ തസിഫു വഖുലൂബിൻ തഅരിഫു വഅമാലിൻ തുഖാലിഫ്. ഉബറ പറയുന്നു, എന്ത് വാള്, അത്ഭുതം തന്നെ.
നന്നായിട്ട് വർണ്ണിക്കാൻ പറ്റുന്ന നാവുണ്ട്, അതെല്ലാം അറിയുന്ന കൽബുണ്ട്. പക്ഷെ അയമാല് തുഖാലിഫ്, അയമാലെന്തെങ്കിലോ ഈ പറഞ്ഞതിന് എതിരുവാണ്. പിന്നെന്ത് വേദനോ അപ്പോൾ പറഞ്ഞോട്ടില്ല. വമിൻ കലാമിഹി റളിയല്ലാഹു അൻഹു, ഹസനുൽ ബസരി പറയുന്നത്, അലൽ നസ്കാമി വൽ അംറാദ്, രോഗങ്ങളെ സംബന്ധിച്ച പറഞ്ഞത്, ഉസിസത്ത് ഹാദിഹി ദുന്യാ, ദുന്യാവിന് അടിത്തറ പാകിയത്, ദുന്യാവിൻ്റെ അടിത്തറ ഈ അസ്കാമും അമ്രാദിനാണ്. ചിന്തിക്ക്, ഹബക്ക, നീ നിന്നെ സങ്കല്പിക്ക്, തസിഹു മിനൽ അസ്കാം, എല്ലാ രോഗത്തിൽ നിന്നും നീ എന്തായി? സഹിഹായി, ആരോഗ്യവാനായി. വ തബ്റഉ മിനൽ അമ്രാദ്, സകല രോഗങ്ങളിൽ നിന്നും നീ മോചിതനായി. എന്നാലും ഹാൽ തക്തിർ തൻജു മിനൽ മൗത്ത്, മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയോ? അതാ മൂപ്പർ ചോദിച്ചത്. അപ്പം ദുന്യാവിൻ്റെ അടിത്തറ തന്നെ അസ്കാമും അമ്രാദിൻ്റെ മുകളിലെന്നാണ് പറയുന്നത്. അത് പറ്റ രക്ഷപ്പെട്ടിട്ടൊന്നും ഉണ്ടാവില്ല. രക്ഷപ്പെട്ടതെന്ന് സങ്കല്പിച്ചാൽ മൗത്തോനെ പിടികൂടുന്നുണ്ടല്ലോ. വഖാല റളിയല്ലാഹു അൻഹു മിസ്കീനുൻ ഇബ്നു ആദം, മനുഷ്യൻ വല്ലാത്തൊരു മിസ്കീൻ തന്നെ. ദാ റളിയ ബിദാരിൻ, ഒരു നാട് കൊണ്ട് പൊരുത്തപ്പെട്ടിരിക്കുന്നു. ഏതാ നാട്? ദുന്യാവ്. ഹലാലുഹാ ഹിസാബുൻ, ഹലാൽ എടുത്താൽ ഹിസാബ് ഉണ്ടാവും, ഹറാം എടുത്താൽ ഇഖാബും ഉണ്ടാവും. അപ്പോൾ രണ്ടെടുത്താലും കൊടുക്കുക. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഉസ്രണ്ടാത്ത അമ്പഞ്ഞൂലർക്ക മൂപ്പർ വളരെ കഷ്ടപ്പെട്ട് ജീവിച്ച ആളാണ്. ഒരു ദിവസം കഞ്ഞിയും പിന്നെ കാന്താരി പറങ്കിയും ഉപ്പും പൊടിച്ചിട്ട് ഈ പാത്രത്തിലാക്കലല്ല, ഇങ്ങനെ തൊട്ടുവിട്ടെ രണ്ട് കയ്യിലോട്ടിട്ട് അന്ന് പറയും, ഇതാന്ന് ഞാൻ കുടിക്കൽ, അതാന്ന് എനിക്ക് ഞാൻ ഇതാക്കിയിരിക്കുന്നു, എന്നിട്ട് വേറൊന്നും എന്നെ കൊണ്ട് കഴിച്ചില്ല. ഇതിനേക്കാണ് അധികമായ ഇക്കാബ് വരും. ഇതിന് ഹിസാബുണ്ട്. അതാ ഹലാലുഹ. അത് അന്നം പറഞ്ഞ മുണ്ടും മാറ്റി കഴിഞ്ഞ് നോക്കണോ? അങ്ങനത്തെ അത്രയും ഉണ്ടാവും. അതുപോലെ ഇത്ര വലിയ ആത്മീയങ്ങളും എൽമിന് വേണ്ടി അധ്വാനിച്ച കിതാബില്ലാത്തതുകൊണ്ട് അന്നത്തെ സഭക്ക് എഴുതലാണ്. എന്താ കഴിയത്തെന്ന് അറിയാം. കിതാബ് അന്ന് കിട്ടാനും പ്രയാസം, വാങ്ങാൻ പൈസയും ഇല്ല. അന്നെന്നാ ഒന്ന് സഭക്ക് എഴുതുക. 73 ഞാൻ കാണുമ്പോൾ തന്നെ 84 വയസ്സുണ്ട്. സമയം കിച്ചിട്ട് തസ്മി ഉണ്ടാകും, 10 ഇരുന്നിട്ടുണ്ടാവും. ഒന്ന് വരെ ഇരിക്കും അവിടെ രണ്ടാമത്തെ. അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഷഹീദിൻ്റെ കബറ് എന്നിട്ട് ശരിയാ, ആ സിഗ്നലിൻ്റെ കുറച്ച് മുമ്പ് അതിൻ്റെ ബേക്കിൽ. ഞാൻ ആഴ്ചക്ക് പോകുമല്ല, സ്കൂളില്ലാത്ത ദിവസമെല്ലാം പോകും. ഇത് കബറ് അവിടെ അപ്പാമിൻ്റെ കൂട്ടത്തിൽ പ്രത്യേകം കെട്ടിയിട്ടൊന്നുമില്ല. അതിൻ്റെ ബേക്കിൽ കബർസ്ഥാനിയാണ്. അതാരെന്നറിയാം, ഞാൻ മൂപ്പരോട് ചോദിച്ചപ്പോൾ ഞാൻ അന്ന് ആ ഷഹീദിൻ്റെ ഒരു ബിൽഡിങ്ങില്ല, കാടാണ്. കാട് പിടിച്ചിട്ട് ഇങ്ങനെ മൊത്തം ഇതായിട്ട് കാണും. അപ്പോൾ റോഡ് വികസനത്തിൽ പൊളിച്ചക്കൂന്ന് പിടിച്ചിട്ട് എന്താക്കിയെന്നറിയോ, കമ്മിറ്റിക്ക് അതിൻ്റെ ബിൽഡിങ്ങാക്കി മാറ്റിയതാണ്. അകത്തോണ്ടാണ്ടാണ് ഇപ്പം റോഡാക്കിയത്. ഞാൻ മൂപ്പരോട് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അതൊരു ഷഹീദിൻ്റെ കബറാണെന്നാണ് പറയപ്പെടുന്നതെന്ന് പറഞ്ഞു. അതിൻ്റെ തഫ്സീലൊന്നും പറഞ്ഞിട്ടില്ല. വലിയ ആലിമാണ്, രണ്ടാമത്തെ കാളിയായിരുന്നില്ല. നല്ല കയ്യെഴുത്താണ് കുട്ടി കിതാബിന് ഷറഹെല്ലാം എഴുതിയാൽ. അതുപോലെ പള്ളിയിലെ പഠിക്കലിൽ എന്തെല്ലാം വരച്ചു കൊടുക്കും. സദവരി ഇതുവാണെങ്കിലും പള്ളിക്ക് ചങ്ങളായിലെ പള്ളിയൊക്കെ കാണാം ഇങ്ങനെ ഒരു എക്സ്ട്രാ വരച്ചിട്ട്. അതിങ്ങനെ ശ്രദ്ധിച്ച് വായിച്ചാൽ കുല്ലു ഞാമലു അലാ ഷാക്കിലത്ത് ചെയ്യുന്നുള്ളത്. ഇങ്ങനെ വായിച്ചാൽ ഇങ്ങനെ വായിച്ചാൽ ഇങ്ങനെ വായിച്ചെങ്ങനെ ആ നെക്സ്റ്റ് കിട്ടും. എനിക്കത് ആദ്യം വായിക്കാൻ കിട്ടിയില്ല, കുറേ ശ്രമിച്ച് നോക്കി. SP ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ട് ചങ്ങളയിലുണ്ടൊരു മുക്കിനി, ഇപ്പോൾ മരിച്ചുപോയി. മൂപ്പറ വായിച്ചാന്ന് മമ്മിഞ്ഞിലൊക്കെ ചോക്കൊണ്ടതി തന്ന് ആശാരി കൊത്തിയുണ്ടാക്കി. ആ ചങ്ങളെ ഭയ പടി നോക്കിയാൽ കാണും. അടിയിലെ അല്ല, അത് മുമ്പേ ഉള്ള പള്ളി ഞാൻ കണ്ടില്ല. ഇപ്പോഴത്തെ പള്ളി പൊളിച്ചിട്ട് ഇപ്പം പുതിയാക്കില്ല. ആടെ ഉണ്ടാകണം. അപ്പം എല്ലാ കട്ടിലക്കാലം മാറ്റേണ്ട വയ്ക്കില്ല. അക്കറാജുലക്കാരെ കണ്ടല്ല പള്ളി ആ കണ്ടത് തന്നെ. ഒരിക്കൽ പൊളിച്ചിട്ടുള്ളൂ. പഴയ പള്ളി ഒരിക്കൽ പൊളിച്ചിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഇപ്പം പേരക്കുട്ടി പള്ളിയല്ല, നിലാമറ്റത് പേരക്കുട്ടി പള്ളിയാണ്.
അതിന് മുമ്പൊരു സറാമ്പ്യാവ് അത് പൊളിച്ചിട്ട് കുറച്ച് ഇതാക്കി, അതും പൊളിച്ചിട്ടാണ് ഇപ്പോൾ ഉള്ള. ഇനി ഇത് വികസിപ്പിക്കാനേ കഴിയില്ല, ആ രൂപത്തിലെത്തി. നിലവിലത്ത് 15 കൊല്ലം കത്തിച്ച് ചെയ്യുന്ന കാലം എനിക്ക് ഓർമ്മയുണ്ടല്ലോ. 55 കൊല്ലത്തെ പരിചയം നിലവ് ചോദിച്ചു എനിക്ക്. ഒന്ന് കരണ്ടുണ്ടാ? എനിക്കൊരു മൊത്തം കരണ്ടില്ല. എന്തൊക്കെയാ നാട്ടിൻ്റെ സ്ഥിതി എന്നൊക്കെ. നടന്നിട്ടാ ഒറ്റ ബസ്സിന് തളിപ്പം പിന്നെ ആ ബസ് കണക്കായിട്ട് വ്യാഴാഴ്ച പോകും വൈകുന്നേരം. എന്നിട്ട് രാത്രി അവിടെ കൂടിയിട്ട് പിറ്റേന്ന് മേലെല്ലാം കഴിഞ്ഞിട്ട് കോത്തിൽ ദർശൻ്റെ ക്ലാസ്സിന് നമുക്ക് എത്തിച്ചിട്ടു. അവിടെ വലിയ പവരണ മക്കാമത്. അങ്ങോട്ട് മിസ്കീൻ ഇബ്നു ആദം, മനുഷ്യൻ വല്ലാത്ത മിസ്കിൻ എന്ന് പറയും. എന്താണ്? ഹലാൽ എടുത്താൽ തന്നെ ഹിസാബ്, ഹറാം എടുത്താൽ ഇഖാബ് അല്ലേ? എന്നിട്ടോ യസ്തഖില്ലു മാലഹു, മുതൽ കുറവാണ് എന്ന് നമ്മൾ എപ്പോൾ സങ്കല്പിക്കുന്നു. പൈസ കുറവ്, പൈസ കുറവ്, പൈസ കുറവ്, തേയില്ല. അതേ അവസരത്തിൽ ലായസ്തഖില്ലു അമലഹു, അമല് ചുരുങ്ങിപ്പോയി എന്നാരും പറയാറില്ല. അമലുള്ളിടത്തോളം മതി, മതിയില്ല, അത്ര മതിയിലാണ്. وعن إبراهيم بن أدهم رضي الله عنه പറയുന്ന قال صحبت رجالا بجبل لبنان, ലുബ്നാൻ പർവ്വതത്തിൽ വെച്ച് കുറേ റിജാലിനോട് ഞാൻ കൂട്ടുകൂടി. ഫക്കാനു യൂസൂനനി, അവരെല്ലാവരും എന്നോട് വസീയത്ത് പറയുന്നെന്താ, ഇദാ റജഅത ഇലാ അഹ്ലി ബലദിക, ഇബ്രാഹിമിന് അദ്ദേഹം തകൊണ്ടല്ലേ, നിങ്ങൾ നാട്ടിലേക്ക് മടങ്ങിപ്പോയാൽ ഫഇലുഹും ബിഅർബഇ ഹിസാൽ, 4 കാര്യം അവരോട് ഉപദേശിക്കണം. എന്താ? ഒന്ന്, ഖുല്ലഹും മൻ യുക്സിൽ അഖില ലാ യജിദു ലിത്വാഅതി ലദ്ദതൻ, ഒരാൾ അമിതമായി തിന്നാലുണ്ടല്ലോ ത്വാഅത്തിന് രുചി ഉണ്ടാകുന്നതല്ല. ഇത് വിഷയത്തിലെല്ലാം ഇത്തിഫാഖ്, ലോകത്ത് ഇജ്മാഉള്ള ചില വിഷയങ്ങൾപ്പെട്ടതായത്. മംഗലപ്പരക്ക് നേരത്തെ എല്ലാം തിന്നാനുള്ളതല്ല, പറ്റുന്ന എടുത്തോന്നാ തൻബീഹാണ്, അല്ലാണ്ട് മുഴുവൻ ഒരുമിച്ച് കൂട്ടലല്ല. വമൻ യുക്സിലിൻ നൗമ, ഒരാൾ ഉറക്കിനെ വർദ്ധിപ്പിച്ച് ആ സമയത്ത് ഉറക്ക് എന്നെന്തായി, ജീവിതം മരിച്ചിട്ട് തീർന്നു, ഹയാത്തോടെ മരിച്ചിട്ട് തീർന്നു. അതാ ലാ യജിദു ലിൽ ഉംരി ബറക, ജീവിതത്തിൻ്റെ ബറക്കത്ത് കിട്ടൂല. 2 കാര്യായ വമൻ തലബ റിലന്നാസി, ജനങ്ങളുടെ പൊരുത്തമാണ് തേടുന്നതെങ്കിൽ ഫലാ യൻതലിർ റബ്ബി, റബ്ബിൻ്റെ പൊരുത്തം കിട്ടുമെന്ന് പ്രതീക്ഷിക്കേ വേണ്ട. നമ്മൾ അക്കീല് വൈത്താക്കീനല്ല. മയ്യത്തുൽ ഇൻദൽ മുഹൈമിനെ മൻസില ഇൻകുന്ത തത്ലുബു ഇൻദ നാസിം മൻസില. അതെ, ജനങ്ങളടുക്കൽ വലിയ മൻസലയും അംഗീകാരം കിട്ടണമെന്ന് പ്രതീക്ഷിക്കുകയാണെങ്കിൽ റബ്ബിൻ്റെ കിട്ടുന്ന പ്രതീക്ഷിക്കേ വേണ്ട. വമൻ യുക്സിൽ കലാമ ബിഫുളൂലിൻ ഔ ഗീബത്തിൻ, കലാമ വർദ്ധിപ്പിച്ചു, ഫുളൂല് കൊണ്ടാവട്ടെ ഗീബത്ത് കൊണ്ടാവട്ടെ, എന്തോട്ടെ, ഫലാ യഖ്റുജു മിന ദുനിയാ അൽ ഇസ്ലാം, ദുനിയാവിൽ നിന്ന് ഇസ്ലാമിൻ്റെ മേൽ പുറത്തു പോകില്ല, ഇസ്ലാമില്ലാണ്ട പോകുക എന്ന് പറഞ്ഞു. ഈ 4 കാര്യം നാട്ടിൽ പോയിട്ട് വന്നവരണമെന്ന് പറഞ്ഞു. റബിയ അന്ന റജുലൻ അത്താ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു അടുക്കൽ ഒരാൾ വന്നിട്ട് ഫഖാല, പറഞ്ഞേ, ഇന്നീ മുസ്രിഫുൻ, ഞാൻ വളരെ കുറ്റം ചെയ്ത ഒരാളാണ്. ഫഅശ്തഹി അൻ തുഅല്ലിമനി ശൈഅൻ അൻതഫിഉ ബിഹി, എനിക്ക് ഉപകാരപ്രദമായ ഒരു കാര്യം നിങ്ങൾക്ക് എന്താക്കണം, എനിക്ക് പഠിപ്പിച്ചു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഫഖാല, അപ്പോൾ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു, ഇന്നി മുഅല്ലിമുക 5 ഖിസാൽ, 5 കാര്യം ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. ഇൻ ഖദർത അലൈഹിന്ന, അതിന് സാധിക്കുമെങ്കിൽ ലം തുസിബക മുസീബത്തുൻ, ഒരു മുസീബത്തും നിന്നെ തൊടൂല, വലാ തഫൂതുക ലദ്ദത്തുൻ, ഒരു രുചികരമായ കാര്യവും നിനക്ക് നഷ്ടവും വരില്ല. 5 കാര്യം. കാല, അയാൾ പറഞ്ഞ ഹാത്തി എന്നാ പറഞ്ഞതാ. കാല ഇദാ അറത്ത അൻ തഅസിയല്ലാഹ തആല, നീ അല്ലാഹു തആലാക്ക് കുരുത്തക്കേട് കാട്ടണമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ ഫലാ തഅകുൽ റിസ്ഖ്, അല്ലാഹുവിൻ്റെ ചോറ് തിന്നാൻ പാടില്ല അല്ലേ? ഫഖാല കൈഫലി ബിദാലിക, അത് സാധിക്കുമോ തങ്ങളെ?
കാല യാ ഹാദാ അഫയഹ്സുനു ബിക അൻ തഅകുല റിസ്ഖഹു തഅസിയഹു, അവൻ്റെ റിസ്ക് തിന്നുകയും വേണം കുറ്റം ചെയ്യുകയും വേണോ? അതങ്ങനെ ശരിയാകുന്നു? തിരിഞ്ഞില്ലേ? ഇനി രണ്ടാമത്തെ കാര്യം, അമ്മസാനിയത്തെ റിസ്ക് തിന്നുമ്പോൾ കുറ്റം ചെയ്യേണ്ടെന്നായി വൽഹാസിലി ഇദാറത്താൻ തഅസിയഹു, കുറ്റം ചെയ്യാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഫലാ തസ്കുൻ ശൈഅൻ മിൻ ബിലാദിഹി, അല്ല പടച്ച നാട്ടിലെവിടെ നിൽക്കാൻ പാടില്ലെന്ന്. ഭൂമിയിൽ നിന്ന് പുറത്തു പോയിക്കൊള്ളു. എവിടെ പോക്ക്? ആകത്തുമില്ല. അതുമല്ല തന്നെ ഫഖാല റജുലു ഹാദിഹി അലമു ബിലാദ, ഒന്നാമത്തെ ഞങ്ങളുടെ കടപ്പം കൂടി പോയി എന്ന് പറഞ്ഞു. കാരണം ഇദാ കാനൽ മശ്രിഖു വൽ മഗ്രിബു ലഹു, മശ്രിഖും മഗ്രിബും എല്ലാം അല്ലാഹുക്കുള്ളതാണെങ്കിൽ ഫായിന അസ്കുന്, പിന്നെ ഞാനവിടെ പോയി താമസിക്കും. വഅമ്മ സാലിസത്തു, മൂന്നാമത്തെ കാര്യം ഇദാറത്താൻ തഅസിയഹു ഫൻദുർ മൗദിഅൻ ലാ യറാക ഫീഹി, കുറ്റം ചെയ്യാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഒരു മൗദിയിലേക്ക് പോയിക്കോ, അല്ല കാണാത്ത സ്ഥലത്തേക്ക് പോയിക്കോന്നു. ഖാല വകൈഫ ഹാദാ, അതും എങ്ങനെ നടക്കും? വഹുവ യത്തലിഉ അലാ മാ ഫി സറായിർ, ഏത് രഹസ്യങ്ങളുടെ ഉള്ളിൻ്റെ മേലിലും പൂർണ്ണമായി വെളിപ്പെട്ട് അറിയുന്നവനാണല്ലോ അള്ളാഹു. പിന്നെ എങ്ങനെ അത് കാണും? അങ്ങനെ നാടുണ്ടെങ്കിൽ അപ്പോൾ യഹ്സുനു ബിക അൻ തഅകുല റിസ്ഖഹു വതസ്കുന ബിലാദഹു വതഅസിയഹു വഹുവ യറാക വമാ തുജാഹിറുഹു. കേട്ടോ? അപ്പോൾ ഓരോന്ന് കൂട്ടി വായിക്കുന്നു. അവൻ്റെ റിസ്ക് ഭക്ഷിക്കണം, അവനുണ്ടാക്കിയ നാട്ടിൽ താമസിക്കണം, എന്നിട്ടോ അവൻ കാണുന്ന സ്ഥലത്ത് വെച്ച് കുറ്റം ചെയ്യണം. അല്ലേ? ഇതെന്തൊരു കുറ്റക്കടാണ്. വറാബിയത്തു, നാലാമത് ഇദാ ജാഅക മലക്കുൽ മൗത്ത്, മലക്കുൽ മൗത്ത് വന്നാൽ ഇതിനു വരും ലിയഖ്ബിദ റൂഹക, റൂഹ പിടിക്കാൻ. ഫഖുൽ ലഹു റൂം, ആ മലക്കിനോട് പറയണം അഖിർനി, കുറച്ച് അവധി പിന്തിച്ചു തരണേ എന്ന് പറയാം. എന്തിനാണെന്നോ? ഹത്താ അതൂബ ഇലല്ലാഹി വഅമല സാലിഹൻ, തൗബ ചെയ്യുക, കുറച്ച് സാലിഹ അമലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അവധി നൽകണം. ഖാല ലാ യുഖ്ബലു മിന്നി, അത് പറഞ്ഞാൽ നടക്കൂലല്ലോ തങ്ങളെന്ന് അല്ലേ? ഖാല യാ ഹാദാ ഇദാ ലം തഖ്ദിർ അൻ തദ്ഫഅൽ മൗത, മൗത്തിനെ തടുക്കാൻ കഴിയൂല അല്ലേ? വഅന്നഹു ഇദാ ജാഅക ലം യകുൻ ലഹു തഅഖീറുൻ, മൗത്ത് വന്ന് അല്ലെങ്കിൽ മലക്കുൽ മൗത്ത് വന്നാൽ പിന്തിക്കലും ഇല്ല അല്ലേ? ഫകൈഫ തർജുൽ ഖലാസ്, പിന്നെ രക്ഷപ്പെടൽ എങ്ങനെ? വൽ ഖാമിസ, അഞ്ചാമത്തെ ഇദാ ജാഅക ദബാനിയത്തു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ദബാനിയാക്കളായ മലായിക്കത്ത് അലൈഹിമുസ്സലാം ലിയഖുദുക ഇലന്നാർ, നരകത്തിലേക്ക് പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി വരുമ്പോൾ ഫലാ തദ്ഹബു മഅ, അവരെ കൂടെ പോല്ലേന്ന്. ഖാല ലാ യദഊനി, അവർ എന്നെ വിടൂലല്ലോ അവരെ. ഖാല വകൈഫ തർജുൻ നജാത, പിന്നെ രക്ഷപ്പെടൽ എങ്ങനെയാണോ? അപ്പം 5 കാര്യം പറഞ്ഞില്ലേ? ഖാല, അയാൾ പറഞ്ഞു ഹസ്ബി ഹസ്ബി, ഇതിനെപ്പുറം പറയണ്ടെന്ന് മതി. അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി, അങ്ങനെ മൂപ്പരോടെ കൂടി വലസിമഹു ഹത്താ മാത റഹിമഹുല്ലാഹ്, വറഫാത്ത എന്നത് വരെയും ഇബ്രാഹിം അദ്ദേഹം തങ്ങളെ തന്നെ ലാസിമാക്കി മൂപ്പറെ കൂടെ തന്നെ. ഇൻതഹ മാൻ ഹദഫിൻ യസീരിൻ മിനൽ മസാലിക് സവിയ എന്ന കിതാബ് അബ്ദുല്ലാഹി ബിനുൽ ഹുസൈൻ അൽ ബൽഫഖി തങ്ങളുടെ കിതാബാണ്. അതിൽ നിന്ന് കുറച്ച് ഒഴിവാക്കിയിട്ടുണ്ട്. വക്കീലി ബഅലിഹിം, ചിലരോട് പറഞ്ഞ് ഔസിനി, എനിക്ക് വസീയത്ത് താ. ഫഖാലിൻ സൈത ജമാഅതു ലക ഇൽമൽ ഉലമാ വഹികമൽ ഹുകമാ വതിബ്ബൽ നതിബ്ബാ ഫീ സലാസി കലിമാത്ത്, നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ ഉലമായിൻ്റെയും ഇൽമ്, എല്ലാ ഹുക്കമായിൻ്റെ ഹിക്മത്തുകളും, എല്ലാ ഡോക്ടർമാരുടെ തിബും 3 കലിമത്ത് ഞാൻ അവർക്ക് പറഞ്ഞുതരാമെന്ന്. ഇതൊന്നും പറയാൻ ബാക്കിയില്ല. അമ്മ ഇൽമുൽ ഉലമായി, ഇൽമുൽ ഉലമാ എന്താണ്? ഫൈദാ സുഇൽത അമ്മാ ലാ തഅലമു ഫഖുൽ ലാ അഅലമു, നിനക്ക് വിവരമില്ലാത്തൊരു കാര്യം ചോദിച്ചാൽ ലാ അഅലമു, എനിക്കറിയില്ല എന്ന് സമ്മതിക്കുക. അവിടെയാണല്ലോ പോരായ്മ വെച്ച് അറിയില്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞിപ്പിക്കല്, അത് ശരിയാവില്ല. അപ്പം ഇതാണ് ഇൽമുൽ ഉലമാ. വഅമ്മ ഹികമുൽ ഹുക്കമ ഉണ്ടല്ല, ഫൈദാ കുന്ത ജലീസ ഖൗമിൻ, ഒരു കൗമിൻ്റെ സദസ്സിൽ ഇരിക്കുന്ന ആളാണ് നീ. ഫക്കുൻ, നീ ആകണം അസ്കത്ത, ഏറ്റവും മുണ്ടെടുക്കുന്ന ആളാണ്, ഒന്നും മുണ്ടണ്ടാടിരുന്നു. നമ്മളിപ്പോൾ ഇരിക്കും പോലെ ഏത് യോഗത്തിന് പോയാലും ഇങ്ങനെ തനി നിർത്തിയിരിക്കുന്നുണ്ടാവും. എല്ലാം തീർന്ന അഭിപ്രായം പറ, എല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാം മൂലം നീ ഒന്നും പറയാത്ത
എല്ലാം കെട്ടയച്ചിട്ട് അതിൻ്റെ ഗുണവും ദോഷവും എല്ലാം എടുത്തു വെച്ചിട്ട് നിർത്തും. അതുവരൊന്നും ഉണ്ടൂല. താപയോഗത്തിൽ നിന്നാൽ കുൻ അസ്കത്ത് ഏറ്റവും സുക്കൂത്തുള്ള ആള്, അതിന് കുഞ്ഞിന്റെ ഖബറല്ലത്. ഇനി അതുകൊണ്ട് ഫൈൻ അസാബു കുന്തമിൻ ജുംലതിഹിം, അവർ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ അക്കൂട്ടത്തിൽ നീയുണ്ടല്ലോ, ഉണ്ടാതിരിക്കുന്ന നീയുണ്ടായി അക്കൂട്ടത്തിലുണ്ട്. ഇനി വഇൻ അഖ്തഉ, അവർ പിഴച്ചിട്ടുണ്ടെങ്കിലോ അസലിം മിൻ ഖതഇം, അവർ ഖതഇ എനിക്ക് ബാധിക്കാതെ നീ രക്ഷപ്പെടുകയും ചെയ്തല്ലോ. ഇതൊക്കെ വോയിസ് ആയിട്ട് വാട്സപ്പിൽ കൊടുക്കേണ്ട ഓരോ വിഷയങ്ങളാണ്. വമ്മ തിബുല്ലത്തിബ മുഴുവനും തന്ന് ഡോക്ടർമാർ ഇത് ഫൈദ അക്കൽത്ത തആമൻ, ഒരു ഭക്ഷണം കഴിച്ചാൽ ഫലാ തക്കും, നീ എണീക്കണ്ട എന്ന് വെച്ചാലോ അടുത്തന്നെ ഇരിക്കണമെന്നാ അല്ല, ഇല്ല വനഫ്സുക കുറച്ചും കൂടി കഴിക്കണോന്ന് ആഗ്രഹം വെച്ചോണ്ട് എണീക്കണ്ടോ, എന്നല്ലാണ്ട് പിടിഞ്ഞിട്ട് കുറച്ച് കിട്ടാം നടക്കൂലേ തട്ടിച്ചൂടാന്നൊന്നും പറയാൻ നിൽക്കണ്ട. എന്നിട്ട് കുറച്ചും കൂടെ വേണമായിരുന്നു എന്ന് ഒരാഗ്രഹം ബാക്കി വെച്ചിട്ട് എണീച്ചാൽ മതി. പറ്റ വിശപ്പ് തീർക്കണ്ട. ഫഇന്നഹു ലാ യൻസിലു ബിജസദിക ഗൈറു മറദുൽ മൗത്ത്, എന്നാൽ എൻ്റെ ശരീരത്തിൽ മറദുൽ മൗത്ത് അല്ലാണ്ട് വേറെ ഒരു രോഗവും വരൂല. മറദുൽ മൗത്തിന് പിന്നെ ചികിത്സ ഇല്ലല്ല. انتهى من كتاب البركة للحبيشي رضي الله عنه. وعن ميمون بن مهران رضي الله عنه قال قال عمر بن عبد العزيز رضي الله عنه പറഞ്ഞു ഇഹ്ഫദ് അന്നി അർബഅൻ, 4 കാര്യം നീ പഠിക്കൂ. ലാ തസ്ഹബ് സുൽത്താനൻ, ഒരു സുൽത്താൻ്റെ അടുക്കലും കൂടാൻ പോണ്ടാണ്. അമ്മ ചോദിക്കും, ഞാൻ അംറും ബിൽ മഅറൂഫും നഹ്യും അനിൽ മുൻകറൊക്കെ നടത്തൂല, കാരണം അവിടെ പേടിച്ചിട്ട് കൊണ്ട് കീഴ്പ്പെട്ടിട്ടാ വരിക. ഇനി അഥവാ വൈൻ അമർത്തഹു ബി മഅറൂഫ് കൊണ്ട് കൽപ്പിച്ചാലും ശരി, മുൻകർ വിരോധിച്ചാലും ശരി പോണ്ടാന്ന്. 2 വലാ തഖ്ലുവന്ന ബിംറഅത്തിൻ, ഒരു പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് ഖാലിയാകാൻ പാടില്ല. വലു അഖറഅതൽ ഖുർആൻ, ഖുർആൻ നീ ഓതി കൊടുക്കുകയാണ് പഠിപ്പിക്കാൻ, എന്നാലും ശരി ഖാലിയായിട്ട് പറ്റൂല. പിന്നെ വലാ തസിലന്ന മൻ ഖതഅ റഹിമഹു, ഒരാളെ കുടുംബബന്ധം മുറിച്ചിട്ടുണ്ട്, എന്നാ ഓന നീ കുട്ടി പിടിക്കണ്ട. എന്തുകൊണ്ട്? ഓൻ്റെ കുടുംബക്കാർ തന്നെ മുറിക്കുമെങ്കിൽ നിന്നെ അവനോണ്ട് മുറിക്കുമല്ലോ. ഫഇന്നഹു ലക ഖതഉ, ഏറ്റവും കൂടുതൽ മുറിക്കും. എത്രണ്ണായി? 4. വലാ തതകല്ലമ ബികലാമിൻ തഅതദിറു മിൻഹു ഗദൻ, ഒരു കലാമും സംസാരിക്കണം, നാളെ മാപ്പ് ചോദിക്കേണ്ടി വരുന്നേ. നീ പറ്റാക്കണേ അങ്ങനെ പറഞ്ഞു വെച്ചാൽ ഞാൻ വായ്മ നീണു വെച്ചാൽ എന്നും പറയാനാക്കണ്ട. انتهى من كشف الخفاض. തീർന്നു, ഇനി പേർക്കലേ ബാക്കിയുള്ളൂ. ഇൻതഹൽ കലാമു അലൽ ഖിസാലിൽ ഖംസി, 5 കാര്യം, അതാണ് വെട്ടാ വിഷയം. ഇൽമ്, അമല്, തഖ്വ, ഇഖ്ലാസ് തുടങ്ങിയ അത് ബാലവി തരീഖത്തിൻ്റെ ഉസൂലാണെന്നാ പറയാ. അതൊരു അഡ്രസ്സാണ്. എല്ലാ തരീഖത്തിൻ്റെ ഉസൂൽ ഒന്നാണ്. ഉസൂലിയായി നോക്കിയാൽ തരീഖത്തെല്ലാം ഒറ്റ. കാരണം ഇൽമ വേണ്ടാന്ന് ഒരു തരീഖത്തും പറയൂല, പറയുന്നുണ്ടെങ്കിൽ തരീഖത്തല്ല. മനസ്സിലായില്ല? അമല് വേണ്ടാന്ന് ആരും പറയൂല, ഇഖ്ലാസ് വേണ്ടാന്ന് ആരും പറയൂല, തഖ്വ വേണ്ടാന്ന് ആരും പറയൂല, മറ്റേ ഖശിയത്ത് സിദ്ഖും വേണ്ടാന്ന് പറയൂല. അപ്പം ലോകത്തുള്ള എല്ലാ തരീഖത്തിൻ്റെയും മശൈഖന്മാർ ഉസൂൽ ഇത് തന്നെയാണ്. പക്ഷെ മൂപ്പറ് ബാലവി തരീഖത്തിൻ്റെ വലിയ ലോകത്തറിയപ്പെട്ട ശൈഖും അവരുടെ കുടുംബവും എല്ലാതിൻ്റെ പേരിൽ അതെടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അതാ അല്ലത്തി ഹി അസാസു തരീഖത്തി സാദത്തിൽ അലവിയ്യ വൽ ബിദ്അത്തിൻ നബവിയ്യ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊള്ള ചേർത്ത ബീജമാണല്ലോ അരിലി അഹ്ലുബൈത്തിലുള്ളത്. നസ്അലുല്ലാഹ തആല ആമീൻ അൻ യസ്ലുക ബിനാ ഫീ മസാലികിഹിമുസ് സബിയ്യ, അവരുടെ മസലക്ക് നമ്മളെ ഉൾപ്പെടുത്തണം എന്ന് ദുആ ചെയ്യുന്നു. വഅൻ യുഹല്ലിയനാ ബി ഔസാഫിഹിം വഅഖ്ലാഖിഹിമുസ് സനിയ്യ, അവരുടെ മേത്തരമായ അഖ്ലാഖിലും ഔസാഫിലും അതുകൊണ്ട് നമുക്ക് ചമയിക്കണം. നമുക്ക് തഹലിയത്ത് യുഹല്ലിയന
ഫീ കുല്ലി ഖൗലിൻ വഫിഅലിൻ വഅമലിൻ വഇഅ്തിഖാദിൻ വനിയ്യത്തിൻ എല്ലാ വിഷയത്തിലും പെട്ടു. വഅൻ യുൽഹിഖനാ ബിഹിം ഫീ അലൽ ജനാനിൽ അലിയ്യ, സ്വർഗത്തിൻ്റെ ഉന്നതമായ സ്ഥാനത്ത് അവരോടൊപ്പം നമ്മൾ ചേർക്കണം. അതെല്ലാം ബിമഹദ് ജൂദിഹി വഫളിഹി വഹിസാനിഹി വബിജാഹി ഖൈരിൽ ബരിയത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹി അഫ്ളലു സ്വലാത്തി വഅസ്ക തഹയ്യ. എന്നിട്ട് ചെറിയ ബൈത്തും ഫവാ ശൗഖൽ ഫുആദി ലിഖൈരി ഐശിൻ മഅൽ അഹ്ബാബി ഫിൽ ഗുറഫിൽ അലിയ്യ അസർ റബ്ബുൽ കരീം ബിമഹദി ഫളിഹി യുബല്ലിഗുനാ അഖാസിൽ ഉംനിയ. അഖാസിലും അതെന്നൊക്കെ ലാമിൻ്റെ സുഖം വായിച്ചാൽ മതി. ലാമിൻ്റെ സുഖം വായിച്ചിട്ട് വസനംസാക്കി വീത്തോക്കൂ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഒരു അക്കതുണ്ടാടാ. എൻ്റെ കൽബിൻ്റെ ഷൗക്കേ ഒരു നല്ല ജീവിതത്തിലേക്ക് ആരോടൊപ്പം? അനബാബികളോടൊപ്പം. അനബാബികളാര കിതാബിൻ തുടക്കം മുതൽ ഇവിടം വരെ ആയിരക്കണക്കിന് നേതാക്കന്മാരുടെ ചരിത്രം പറഞ്ഞില്ലേ? ഫിൽ ഗുറഫിൽ അലിയ, ഉന്നതമായ മാളികകളിൽ, സ്വർഗീയമായ മാളികകളിൽ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മഹദുൽ ഫദ്ല് കൊണ്ട് റബ്ബാക്കും യുബല്ലിഗുന അഖാസിയൽ ഉംനിയ, ആഗ്രഹിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ടോപ്പ് പോസ്റ്റിലേക്ക് എത്തിക്കുമെന്ന് മഹദുൽ ഫദ്ല് കൊണ്ട്. അല്ലാണ്ട് എൻ്റെ അമലോ എൻ്റെ അവകാശവാദം കൊണ്ടൊന്നുമല്ല. വലില്ലാഹിൽ ഹംദു കമാ യലീഖു ബിജലാലിർ റുബൂബിയ്യ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിനാ മുഹമ്മദിൻ വഇത്രതിഹി സക്കിയ്യ വസഹ്ബിഹി വൽ ഉമ്മത്തിൽ ഖൈരിയ്യ അദദ കലിമാതിഹി അസ്സർമദിയ്യ ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബുക്റതൻ വഅശിയ്യ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പിന്നെ ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ അയാൾ വന്നിട്ട് നമുക്ക് ശനിയാഴ്ച മൂപ്പർക്ക് നമ്മളൊക്കെ നല്ലൊരു ഹദിയ കൊടുത്ത് ദ്വാരക്കണം. മുസന്നിഫിനെയും കിതാബെല്ലാം തവസ്സുൽ ചെയ്തുകൊണ്ടിട്ട് മൂപ്പർക്കാടോ വിവരം കൊടുത്തിട്ടുണ്ട്, ദ്വാരക്കുന്നുണ്ട്. നല്ലോണം മൂപ്പറങ്ങ് ദ്വാരന്നിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ കണ്ട പോലെ. ബിദഅത്തുൽ ഹിദായ തുടങ്ങിയതിൻ്റെ വലിയ സന്തോഷം അറിയിക്കുകയും ചെയ്തു. കാരണം അവർക്കെല്ലാം ബിദഅത്തുൽ ഹിദായ എന്ന് പറയുന്നത് എപ്പോഴും കീശിലിട്ട് നടക്കുന്ന കിതാബാണ്. എല്ലാവരുടെ ബാഗിലുണ്ടാവും അവർ കിതാബ്, ഒരു കോപ്പി. അല്ല, അതിന് ഒന്നുകൊണ്ട് ഇപ്പം സത്വം പറഞ്ഞ മുത്തപ്പൻ്റെ ചോദ്യം മസാലയേ ഉള്ളൂ. പക്ഷെ അതെല്ലാം നമ്മൾ നോക്കുന്നത് മുസന്നിഫിൻ്റെ ഖദർ, ഓരോ നുഖത്തയിലുമുള്ള ഇഖ്ലാസ്. അൽഹംദുലില്ലാഹി അല്ലദീ ബിനിഅമതിഹി തതിമ്മുസ് സ്വാലിഹാത്ത്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂന വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതിന് എന്താക്കണം? നമുക്ക് ശമായിൽ കൂട്ടിച്ചേർക്കണം. അല്ലെങ്കിൽ സമയം കുറച്ച് ബാക്കി വരുമല്ലോ. ആ ഒറ്റ